ഈ സംരംഭകത്വത്തിനും നവീകരണത്തിനും പുതുമ നിറഞ്ഞ ആശയങ്ങൾ പങ്കുവച്ച ജെയിൻ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ 5ാം ദിനം AI ലോകത്ത് ഒളിച്ചിരിക്കുന്ന അപകടങ്ങൾ, സ്ത്രീ സംരംഭകരെ പിന്തുണയ്ക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളും ഇന്ന് ചർച്ചയായി. ഭാവിയിലെ സംരംഭങ്ങളുടെ സാധ്യതയും വെല്ലുവിളികളും ചർച്ച ചെയ്താണ് ജെയിൻ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ 5ാം ദിനം മുന്നേറിയത്. വിദ്യാർത്ഥികൾക്ക് മുന്നിലെത്തിയ ഓരോ സംരംഭകരും അവരുടെ അനുഭവങ്ങൾ തന്നെയാണ് വേദികളിൽ പങ്കുവച്ചത്. യുവ സംരംഭകരുമായുള്ള തുറന്ന സംവാദവേദി പുതുതലമുറയ്ക്ക് ഭാവിയിലെ സാധ്യതകൾ, നിക്ഷേപ മാനദണ്ഡങ്ങൾ, വിപണിയിലെ ചലനങ്ങൾ, സുസ്ഥിര സാമ്പത്തിക വികസനം തുടങ്ങിയവയെക്കുറിച്ച് ആഴത്തിൽ അറിയാനും സംശയങ്ങൾ ദൂരീകരിക്കാനും സഹായകമായി. എൻ്റെ ഒരു അമ്മായി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മോന് 10ാം ക്ലാസ്സാണ്, നീ വലിയ NIT എഞ്ചിനീയർ ഒക്കെ അല്ല, മാത്സ് പഠിപ്പിച്ചു കൊടുക്കണം. ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ്ങും നമ്മളിങ്ങനെ അടുത്തിരുത്തി പഠിപ്പിച്ചു കൊടുക്കായിരുന്നു. അപ്പം ഞാനന്നേരം ഒരു ഹോബി ആയിട്ടാണ് ഇത് കണ്ടത്. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഒത്തിരി കുട്ടികളും പാരന്റ്സ് ഒക്കെ വിളിച്ചു പറയാണ്, സാർ എനിക്ക് ജീവിതത്തിൽ ഇതുവരെ മാത്സിന് A+ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സാറെ ക്ലാസ് കണ്ടിട്ടാണ് A+ കിട്ടിയത്, സാർ +1 ക്ലാസ് തരുമോ, ഞങ്ങൾ ഫീസ് അടക്കാൻ റെഡിയാണെന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തൊരു ബിസിനസ് ഐഡിയ ആണ്, നമുക്കിത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഫ്യൂച്ചർ സമ്മിറ്റ് വേദിയിലെത്തിയ സ്പീക്കർ AN ഷംസീർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവിനെക്കുറിച്ചും അതിലൊളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുമാണ് സംസാരിച്ചത്. ആർക്കും കവിത എഴുതാം, ആർക്കും കഥ എഴുതാം, ആർക്കും ലേഖന സമാഹാരം എഴുതാം. ആ രീതിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെ കൃത്യമായ റെഗുലേഷൻസ് നമുക്ക് അനിവാര്യമാണ്, അല്ലെങ്കിൽ അപകടത്തിലേക്ക് നീങ്ങും. സ്ത്രീ സംരംഭകരുടെ പങ്ക് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് പ്രമുഖ ഹെയർ സ്റ്റൈലിസ്റ്റും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ അംബിക പിള്ള, ഡിസൈനർ ലക്ഷ്മി എൻ മേനൻ, എഴുത്തുകാരി ശാലിനി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത സംവാദവേദിയിൽ ചർച്ചയായത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഫ്ലീ മാർക്കറ്റ്, പെറ്റ് കോർണർ, റോബോട്ടിക് എക്സ്പോ തുടങ്ങിയ വിനോദങ്ങളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 1 ഫ്യൂച്ചർ സമ്മിറ്റിന്റെ സമാപനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.